ഹായ്, മൈ നെയിം ഈസ് ജാനറ്റ് ആൻഡ് വെൽക്കം ടു സോൾവർ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ. എന്താണ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ? നമ്മളിപ്പോൾ ഒരു നമ്പർ എഴുതുകയോ വായിക്കുകയോ ചെയ്യുമ്പോൾ നമുക്കത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഇന്ത്യൻ സിസ്റ്റം, ഒന്ന് ഇൻ്റർനാഷണൽ സിസ്റ്റം. അപ്പോൾ ഇന്ത്യൻ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലാക്സ്, ക്രോർസ് ഇതൊക്കെയാണ്. ഇൻ്റർനാഷണൽ സിസ്റ്റത്തിൽ മില്യൺസ്, ബില്യൺസ് ഇതൊക്കെ വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ. ഇനി ഇതിന് മുമ്പായിട്ട് നമ്മൾ ഒരു നമ്പർ എഴുതുമ്പോൾ അതിന് പ്ലേസ് അറിഞ്ഞിരിക്കണം, അതായത് ഓരോ ഡിജിറ്റിൻ്റെയും പ്ലേസ് അറിഞ്ഞിരിക്കണം. ഒരു നമ്പറിൻ്റെ പ്ലേസ് വരുന്നത് എപ്പോഴും റൈറ്റ് സൈഡിൽ നിന്നാണ്. റൈറ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് വൺസ് പ്ലേസിൽ സ്റ്റാർട്ട് ചെയ്യും. സോ ഫസ്റ്റ് ഓൺ ദ റൈറ്റ് സൈഡ് വൺസ് പ്ലേസ്, then tens place, hundreds place, thousands place, 10,000s place, then lakhs, 10 lakhs, crores, 10 crores and so on. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്ലേസസ് വരുന്നത്. ഈ പ്ലേസ് അനുസരിച്ചാണ് നമ്മളൊരു നമ്പർ എഴുതുകയോ വായിക്കുകയോ ചെയ്യുന്നത്. നമുക്കൊരു നമ്പർ എഴുതി നോക്കാം. അപ്പോൾ വൺസ് പ്ലേസിൽ 2, 3, തൗസൻഡ്സിൽ 4, 10,000s 2, ലാക്സിൽ 0, 7, 8, 4. ഒരു നമ്പർ നമ്മൾ എഴുതി. ഇതിൽ വൺസ് പ്ലേസിൽ 2 ആണ്, ടെൻസ് പ്ലേസിൽ 1, ഇങ്ങനെ വരുന്നു. ഇതിൽ ഈ 3 ഡിജിറ്റ്സ് ചേർന്ന് വൺസ് പീരിയഡ് എന്ന് പറയും. അതായത് ഹൺഡ്രഡ്സ് പ്ലേസ്, ടെൻസ് പ്ലേസ്, വൺസ് പ്ലേസ്, ഈ 3 ഡിജിറ്റ്സ് ചേരുമ്പോൾ ഇതിന് വൺസ് പീരിയഡ് എന്ന് പറയും. Ones period. Then thousands and 10,000s place. അത് വരുമ്പോൾ thousands period. Then lakhs and 10 lakhs. ഇത് രണ്ടും കൂടി ചേർന്നാണ് lakhs period വരുന്നത്. Then crores period. ഇത് രണ്ടും ചേരുമ്പോൾ ക്രോർസ് പീരീഡ് ആയി. ഓക്കെ, ഇനി ഒരു നമ്പർ നമ്മൾ വായിക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ എങ്ങനെയാണ് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത് അല്ലേ? ഇവിടെ കിടക്കുന്നത് ക്രോർസ് പീരീഡിൽ കിടക്കുന്നത് 4, 8, അതായത് 4, 10 crores ഉണ്ട്. 4, 10 crores, ദാറ്റ് മീൻസ് 40 crores. പിന്നെ ഒരു 8 crores കൂടി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ 48 crore. ലാക്സ് പീരീഡിലോ 10 lakhs 7. So 7 10 lakhs means 70 lakhs plus lakhs plus 0. So total 70 lakhs. So I will just write this: 48 crores, 70 lakhs. And in thousands period, 2 10,000s. That means 20,000. Then 4,000s. So total 24,000s. In hundreds place 3. So 300, 110. So 1 and how many ones? 2. So 312 ones. We don't say once, so this number will become 48 crores, 70 lakhs, 24,000s, 312. ഇനി ഇങ്ങനെ ഒരു നമ്പർ അതെങ്ങനെ നമ്മൾ വായിക്കും? നമ്പർ വായിക്കാനായിട്ട് ഇവിടെ കണ്ടോ പീരീഡ് കണ്ടോ, അതുപോലെ നമ്മൾ ഡിവൈഡ് ചെയ്യും. കോമ ഇട്ട് പീരിയഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ വൺസ് പീരീഡിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 3 ഡിജിറ്റ്സ്. ഓൾവേസ് കൗണ്ട് ഫ്രം റൈറ്റ് സൈഡ്. സോ 3 ഡിജിറ്റ്സ് കൗണ്ട് ചെയ്ത് ഇവിടെ കോമ ഇട്ടു. പിന്നെ തൗസൻഡ്സ് പീരീഡിൽ 2 ഡിജിറ്റ്സ് 1, 2 കോമ ഇട്ടു. ലാക്സ് പീരീഡിൽ 2 ഡിജിറ്റ്സ് 1, 2 കോമ ഇട്ടു. ക്രോർസ് പീരീഡിൽ 2 ഡിജിറ്റ്സ്. ഇനി ഇതിനെ എങ്ങനെ വായിക്കും? 88 crore, 25 lakhs, 72,934. അടുത്തത് ഈ നമ്പർ നമുക്ക് ഇന്ത്യൻ സിസ്റ്റത്തിൽ എങ്ങനെ എഴുതാൻ പറ്റും? അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് കോമ ഇടണം. അപ്പോൾ
from the right side. When you are putting comma, always start from the right side. Right side നമുക്ക് എത്ര ഡിജിറ്റ് വേണം? 3 digits ഫസ്റ്റ്. സോ ഫസ്റ്റ് 3 digits കഴിഞ്ഞ് കോമ ഇട്ടു. പിന്നെ 2 digits വെച്ചാണ് പീരിയഡ്സ് വരുന്നത്. അപ്പം അടുത്ത 2 digits കഴിഞ്ഞ് കോമ ഇട്ടു, അടുത്ത 2 digits കഴിഞ്ഞ് കോമ ഇട്ടു. ഓക്കെ, ഇനി ഇതെങ്ങനെ വായിക്കും? ഓക്കെ, പ്ലേസസ് ആദ്യം വേണമെങ്കിൽ എണ്ണി നോക്കാം. വൺസ് പ്ലേസ്, tens place, hundreds place, thousands place, 10,000, or periods we can count. Ones period, thousands period, lakhs period, crores period. Okay, so how can we read this? 28 crore. So we will just write that. 28 crore. How many lakhs? 0 only. So there are no lakhs, so no need to write lakhs, there is only 0. After that 42,000, so 42,000. Then what? In hundreds place it is 0, so no 100. After that 20. So what is left? Only 20. So the number is 28 crore. 28 crore 42,020. Now ഒരു നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അത് ഡിജിറ്റ്സിൽ എഴുതണം. ഈ തന്നിരിക്കുന്ന നമ്പർ വായിച്ചിട്ട് ഡിജിറ്റ്സിൽ എഴുതണം. അപ്പോൾ ആദ്യം എന്താണ്? 81 crore. അപ്പോൾ ഫസ്റ്റ് ക്രോർസ് പീരിയഡ് 81, അത് കഴിഞ്ഞൊരു കോമ ഇടാം. അടുത്തത് 20 lakhs. ലാക്സ് പീരീഡിൽ എന്താണ് വരുന്നത്? 20. ലാക്സ് പീരീഡിൽ നമുക്ക് 20 എഴുതാം, കോമ ഇട്ടു. ഇനി തൗസൻഡ്സ് പീരീഡിൽ 5 ഉള്ളി. 10,000 പ്ലേസിൽ ഒന്നുമില്ല. ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ എന്ത് നമുക്ക് ഇടാൻ പറ്റും? 0. എപ്പോഴും ഓർക്കണം, ഒരു പീരീഡിൽ 2 digits. ഫസ്റ്റ് വൺസ് പീരീഡിൽ മാത്രം 3 digits, പിന്നെ എല്ലാ പീരീഡ്സിലും 2 digits ഉണ്ടാകും. അപ്പോൾ ഈ 5 മാത്രം നമുക്ക് അവിടെ എഴുതിയാൽ പറ്റില്ല. 10,000 പ്ലേസ് അവിടെ ഇല്ലാണ്ട് വരും. അപ്പോൾ 5,000 എന്ന് പറയുന്നത് നമ്മൾ 05 കോമ. പിന്നെ എന്താണുള്ളത്? 600. ബാക്കി എന്താണ് ലെഫ്റ്റ്? 600. ടെൻസ് പ്ലേസിലും വൺസ് പ്ലേസിലും 0 ഉള്ളി. ഓക്കെ, ഇനി അടുത്ത നമ്പർ നോക്കിക്കേ. 6 crore. ക്രോസ് പീരീഡിൽ എന്താണ്? 6 മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞു ഓരോ പീരീഡിലും 2 digits വേണമെന്ന്. അപ്പം നമ്മൾ എഴുതി എങ്ങനെ വരും? 6 എന്ന്. ഇവിടെ ഈ 0യുടെ ആവശ്യമുണ്ടോ? ഇത് ആദ്യത്തെ ഡിജിറ്റ് ആയതുകൊണ്ട് 0 എഴുതേണ്ട ആവശ്യമില്ല. ഇടയ്ക്കുള്ള ഡിജിറ്റ്സ് ആണെങ്കിൽ എപ്പോഴും 0 എഴുതണം. ആദ്യത്തേതായതുകൊണ്ട് 0 ആവശ്യമില്ല. അപ്പോൾ 6 crore. പിന്നെന്താണ്? 93 lakh. അപ്പോൾ ലാക്സ് പീരീഡിൽ എന്ത് വരും? 93. ഓക്കെ, 93 lakhs. പിന്നെ തൗസൻഡ്സ് പീരീഡിലൂടെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ദാറ്റ് മീൻസ് വി ഹാവ് ടു പുട്ട് 0 ഹിയർ. 0 in thousands period. Then what is left? Only 50. That means there is no 100. In hundreds place also we need to put 0. Then 50. 50. Okay. അപ്പോൾ ഇന്ത്യൻ സിസ്റ്റത്തിൽ നമ്പേഴ്സ് എഴുതാനും വായിക്കാനും മനസ്സിലായല്ലോ. ഇനി ഇത് ചെയ്ത് നോക്കാനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് ചെയ്ത് നോക്കി ആൻസർ കമൻറ്റിൽ ഇട്ടാൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ ഞാൻ പറഞ്ഞു തരാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. Happy learning. Bye bye. See you in next class.